ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവരെയും ഈ വിശുദ്ധ ആരാധനയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുവാൻ എളിയവരും ബലഹീനരുമായി ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഈ ഒരാഴ്ച മുഴുവനും ഞങ്ങൾ അനുഭവിച്ച ദൈവസ്നേഹത്തിനും ദൈവത്തിൻ്റെ സംരക്ഷണത്തിനും ദൈവികമായ വരദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി കരയറ്റുന്നു. നന്ദിയുള്ള ഹൃദയങ്ങളോടെ നാഥ, ഞങ്ങളിതാ അടുത്തു വന്നിരിക്കുന്നു. ഞങ്ങൾ പല ഭവനങ്ങളിൽ ആണെങ്കിലും ഒരുമനയുള്ള ഹൃദയത്തോടെ, ഒരേ ആത്മാവിൻ്റെ ഐക്യത്തോടെ ത്രിയേക ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ, ഞങ്ങളുടെ കണ്ണുനീരുകളെല്ലാം അങ്ങയുടെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും തിരുസഭ മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാഥ, ഈ ആരാധനയിലെല്ലാം അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൂട്ടായ്മയിലൂടെ ഞങ്ങളോട് ശക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നീതിയുള്ള പലങ്കരത്താൽ ഞങ്ങളെ താങ്ങി നടത്തണമേ. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കായും നന്ദിയോടെ സ്തുതിക്കുന്നു. കുടുംബങ്ങളായി, വ്യക്തികളായി ദൈവം അവരെ മാനിക്കണമേ. പലരും രോഗാവസ്ഥയിലും പ്രയാസങ്ങളിലും വേദനകളിലും ഒക്കെ ആയിരിക്കുന്നു. ദൈവമേ, അവരെയും നീ സന്ദർശിക്കണമേ. അങ്ങയുടെ ക്രൂശിൻ്റെ മറവിൽ എല്ലാ മക്കളെയും മറച്ചുകൊള്ളണമേ. ആരാധനയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ആരാധന കഴിയുമ്പോൾ ദൈവകൃപയുള്ളവരായി, പരിശുദ്ധാത്മ നിറവുള്ളവരായി, ശക്തി പ്രാപിച്ച് ദേശത്തെ ദൈവത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ശക്തി പകരണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി കീർത്തനങ്ങളിൽ 23-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 23. സ്നേഹമുള്ള ജിജോ ബ്രദർ ഈ പ്രാർത്ഥനയിലും ഈ സംഗീതത്തിലും നമ്മെ നയിക്കുന്നതാണ്.
ഇന്നത്തെ ആരാധനയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങളുടെ സൂം പ്ലാറ്റ്ഫോം സൈലന്റ് മോഡിൽ ഇടണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. അവിടുത്തെ കരുണയും അവിടുത്തെ സൗഖ്യവും അവിടുത്തെ സമാധാനവും ലോകത്തിന് ശാന്തിയും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് യാചിക്കാം. ആരാധനയ്ക്കായി കാലത്തെയും വൈകുന്നേരത്തെയും ആരാധനാക്രമം, രണ്ടാമത്തെ ശുശ്രൂഷാക്രമം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അങ്ങയുടെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്,
അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുമടക്കി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് താഴ്മയായി ഏറ്റുപറയാം. മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിനും സഹജീവികൾക്കും സമസൃഷ്ടങ്ങൾക്കുമായി നാം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെയും കുറവുകളെയും പരിശുദ്ധനും നീതിമാനുമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. അവിടുത്തെ കാൽവറിയിലെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. അവിടുന്ന് ഏൽപ്പിച്ച സുവിശേഷ ദൗത്യവുമായി നിത്യതയോളം സഞ്ചരിക്കുവാൻ സഹായിക്കണമേ എന്ന് പൂർണ്ണമായ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും നമുക്കും നമ്മുടെ ലോകത്തിനും തടസ്സമായി തീരുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ ക്രൂശിൻ്റെ ചുവട്ടിൽ അതെല്ലാം നമുക്ക് ഏറ്റുപറയാം. പാപക്ഷമയ്ക്കായി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നമുക്ക് യാചിക്കാം. ദൈവാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിനായി നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് അതിനായി ഉപയോഗിക്കാം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ അങ്ങയെ സേവിപ്പാനായി അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോട് കൂടെയും കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ ഈ സമയത്ത് നമുക്ക് ശ്രമിക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ പാഠഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 9 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പി. The book of Yeshaya, chapter 25, verses 1 to 9. യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടി അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാതാവണ്ണവും ആക്കി തീർത്തു. അത് ഒരു നാളും പണിയുകയില്ല. അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മഹത്വപ്പെടുത്തും.
ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടും. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രൻ അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു. മേഘത്തിന്റെ തണൽ കൊണ്ടും ഉഷ്ണമെന്ന പോലെ നിഷ്കണ്ഠന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങൾക്കും ഉള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. ഇപ്രകാരം ഒന്നാം പഴയ നിയമ പാഠഭാഗം അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഈ സമയത്ത് സങ്കീർത്തന വേദഭാഗം നമുക്ക് ശ്രവിക്കാം. സങ്കീർത്തനം 126. സങ്കീർത്തനം 126 1-6. വീഡിയോ സ്റ്റാർട്ട് ആവുന്നില്ല. ഇല്ലടി, വരുന്നില്ല. കേൾക്കാം, വായിച്ചോളൂ പ്ലീസ്. എന്നെ ആകട്ടെ. Today's reading is taken from Psalms 126, verses commencing from 1 to 6. I repeat, Psalms 126, verses commencing from 1 to 6. When the Lord brought us back to Jerusalem, it was like a dream. How we laughed, how we sang for joy. Then the other nations set about us. The Lord did great things for them. Indeed, he did great things for us. How happy we are. Lord, make us prosperous again, just as the rain brings water back to dry river beds. Let those who wept as they sowed their seed gather the harvest with joy. Those who wept as they went out, carrying the seed, will come back singing for joy as they bring in the harvest. Here ends the reading. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യെങ്കിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയത്ത് രണ്ടാം വേദഭാഗം വായിക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ള വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വിശ്വസിച്ചവരുടെ കൂടെ തനിക്കുള്ളതൊന്നും സ്വന്തമെന്നും ആരും പറഞ്ഞു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റു വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധന പുത്രൻ എന്ന് അർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇങ്ങനെ ഇവിടെ രണ്ടാം വേദഭാഗം അവസാനിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. സുവിശേഷ വേദഭാഗം വായിക്കുന്നതിന് മുൻപായി സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സഭയുടെ പാട്ട്.
ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് അവിടുന്ന് ആകുന്നെന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും അങ്ങേ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ പ്രഭാവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കിരൂബുകളും സറാഫുകളും നിന്നെ നോക്കി ഇടവിടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം അങ്ങേ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം അങ്ങേ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം അങ്ങേ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്ധ്യതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ, അവിടുന്ന് മഹത്വത്തിന്റെ രാജാവാകുന്നു. അവിടുന്ന് പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ അവിടുന്ന് ഭരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. അങ്ങ് മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. അവിടുന്ന് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായി അവിടുന്ന് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ അങ്ങയുടെ വിലയേറിയ രക്തം കൊണ്ട് അങ്ങ് വീണ്ടെടുത്തവരായ അങ്ങയുടെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവരെന്നേക്കുമുള്ള മഹത്വത്തിൽ അങ്ങയുടെ വിശുദ്ധന്മാരോടുകൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, അങ്ങയുടെ ജനങ്ങളെ രക്ഷിച്ച് അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ചു എന്നേക്കും അവരുയർത്തണമേ. ദിനം പ്രതി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ പാപം കൂടാതെ കാത്തരുളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്ന പ്രകാരം അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. സുവിശേഷ വേദഭാഗം നമുക്ക് ശ്രവിക്കാം. Today's gospel is taken from Luke chapter 24, verses 13 to 35. St. Luke chapter 24, verses 13 to 35. On that same day, two of Jesus' followers were going to a village named Emmaus, about 11 kilometers from Jerusalem, and they were talking to each other about all the things that had happened. As they talked and discussed, Jesus himself drew near and walked along with them. They saw him, but somehow did not recognize him. Jesus said to them, "What are you talking about to each other as we walk along?" They stood still with sad faces. One of them, named Cleopas, asked him, "Are you the only visitor in Jerusalem who doesn't know the things that have been happening there these last few days?" "What things?" he asked. "The things that happened to Jesus of Nazareth," they answered. "This man was a prophet and was considered by God and by all the people to be powerful in everything he said and did. Our chief priests and rulers handed him over to be sentenced to death, and he was crucified. And we had hoped that he would be the one who was going to set Israel free. Besides all that, this is now the third day since it happened." Some of the women of our group surprised us. They went at dawn to the tomb, but could not find his body. They came back, saying they had seen a vision of angels who told them that he is alive. Some of our group went to the tomb and found it exactly as the woman had said, but they did not see him. Then Jesus said to them, "How foolish you are! How slow you are to believe everything that the prophets said.
Was it not necessary for the Messiah to suffer these things and then to enter his holy glory? And Jesus explained to them what was said about himself in all the scriptures, beginning with the books of Moses and the writings of all the prophets. As they came near the village to which they were going, Jesus acted as if he were going further, but they held him back, saying, "Stay with us. The day is almost over and is getting dark." So he went in to stay with them. He sat down to eat with them, took the bread and said the blessing. Then he broke the bread and gave it to them. Then their eyes were opened and they recognized him, but he disappeared from their sight. They said to each other, "Was it like a fire burning in us when he talked to us on the road and explained the scriptures to us?" They got up at once and went back to Jerusalem, where they found the 11 disciples gathered together with the others and saying, "The Lord is risen indeed. He has appeared to Simon." The two then explained to them what had happened on the road and how they had recognized the Lord when he broke the bread. This is the word of God. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. തിരുവചനം ധ്യാനിക്കുന്നതിന് മുൻപായി നമുക്ക് സുപരിചിതമായിട്ടുള്ള കൺവെൻഷൻ പാട്ടുപുസ്തകത്തിൽ 278 പാട്ട് നമുക്ക് പാടാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എന്ന പാട്ട് നമുക്ക് പാടാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം എന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. മനോഹാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകിന കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ, മനമുരുകിന കരഞ്ഞിടുമ്പോൾ എന്റെ യേശു എത്ര നല്ലവൻ.
മായയിലെനിക്കു വൈദ്യം ശോകവേളയിൽ ആശ്വാസകൻ കൊടും വെയിലാതിൽ കാണാൻ എന്റെ യേശു എത്ര നല്ലവൻ കൊടും വെയിലാതിൽ കാണാനും അവൻ എന്റെ യേശു എത്ര നല്ലവൻ ഒരു നാളും കൈവിടില്ല ഒരു നാളും ഉപേക്ഷിക്കില്ല ഒരു നാളും മറക്കുകയില്ല എന്റെ യേശു എത്ര വിശ്വസ്തൻ ഒരു നാളും മറക്കുകയില്ല എന്റെ യേശു എത്ര വിശ്വസ്തൻ. വചന ധ്യാനത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. നമ്മുടെ പാപഭാരമെല്ലാം ചുമന്ന് കുരിശിൽ മരിച്ച് രോഗങ്ങളെ വഹിച്ച് കരയുമ്പോൾ ആശ്വസിപ്പിക്കുന്ന, ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്ത നമ്മുടെ നാഥനെ നമുക്ക് ഈ സമയങ്ങളിൽ ധ്യാനിക്കാം. വചന ധ്യാനത്തിനായി ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന നല്ല കർത്താവേ, ഇന്നയോളം ഞങ്ങളുടെ ജീവിതയാത്രയിൽ അവിടുന്ന് കൂടെ ഇരുന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ നന്ദി കരയറ്റുകയാണ്. ഈ ബാംഗ്ലൂരിൻ്റെ പല ദേശങ്ങളില്, സ്ഥലങ്ങളില്, ഭവനങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കർത്താവേ, നിന്റെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ്. നിന്റെ വചനത്തില് ഞങ്ങൾ ആശ്രയിക്കുകയാണ്. വചനത്തിന്റെ ശക്തിയാൽ നിന്റെ മക്കളായ ഞങ്ങളെല്ലാവരെയും ധൈര്യപ്പെടുത്തണമേ. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയമാകുന്ന നിലത്ത് വീണ ഫലദായകമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധ കൃപയിലായിരിക്കാൻ ഈ നിമിഷങ്ങളിലൊക്കെ ദൈവമേ ഞങ്ങളെ നീ സഹായിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാനുള്ള യോഗ്യതകൾ ഞങ്ങൾക്ക് ആർക്കുമില്ല. എന്നാൽ കാൽവരി ക്രൂശിലെ പരമമായ യാഗം, ആ ദൈവസ്നേഹത്തിന് ഞങ്ങളെ പാത്രമാക്കിയതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ എന്തെല്ലാം നന്മകൾ അനുഭവിക്കുന്നുവോ നാഥ, അതെല്ലാം നിന്റെ ദാനമാണ്. അതുപോലെ ഞങ്ങൾക്ക് നേട്ടങ്ങളോടൊപ്പം നഷ്ടങ്ങളുണ്ട്, കണ്ണുനീരിന്റെ അനുഭവങ്ങളുണ്ട്, തകർച്ചയുടെ അനുഭവങ്ങളുണ്ട്. നാഥ, അതെല്ലാം നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രക്ഷകനില്ല, ഞങ്ങൾക്ക് മറ്റൊരു ആശ്രയമില്ല. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വന്നിരിക്കുക. ബലഹീനരും പാപികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കയ്യിൽ ഇണങ്ങിയ ആയുധങ്ങളായി ശിഷ്ടകാലം ഞങ്ങളെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് സഹായിക്കണം. ദൈവജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ, പ്രാർത്ഥിക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ, നമ്മുടെ സന്തോഷങ്ങളും നാം നേരിടുന്ന പ്രയാസങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച്
അവിടുന്ന് നൽകുന്ന ആശ്വാസത്താൽ നിറയുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നിമിഷങ്ങളിലൊക്കെ സ്തോത്രത്തോടും പ്രാർത്ഥനയോടും അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഒരിടത്ത് ഒരു രാജാവും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്നേഹിതനും ഉണ്ടായിരുന്നു. രാജാവ് എപ്പോഴും തൻ്റെ ആ സുഹൃത്തിനെ വളരെയധികം സ്നേഹിക്കുകയും താൻ പോകുന്ന യാത്രകളിൽ കൂടെ കൊണ്ടുപോവുകയും തൻ്റെ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ ആ സ്നേഹിതനോട് പങ്കുവെക്കുകയും പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു യാത്രയ്ക്കിടെ രാജാവ് ഒരു ക്യുക്കമ്പർ, വെള്ളരിക്ക അദ്ദേഹം കിട്ടി. അത് മുറിച്ച് ഒരു കഷ്ണം തൻ്റെ സ്നേഹിതന് കൊടുത്തു. അങ്ങനെ അവര് രണ്ടുപേരും ആ വെള്ളരിക്ക കഴിക്കുകയാണ്. പെട്ടെന്ന് തന്നെ രാജാവ് പറഞ്ഞു, ദിസ് ഈസ് സോ ബിറ്റർ. വളരെ കയ്പുണ്ട്, കഴിക്കാനായിട്ട് ഒരിക്കലും കഴിയുന്നില്ല. അദ്ദേഹം മാറ്റിവെച്ചു. പക്ഷെ സ്നേഹിതൻ വളരെ താല്പര്യത്തോടെ ആ വെള്ളരിക്ക കഷ്ണം ഭക്ഷിക്കുകയാണ്. ഉടനെ രാജാവ് പറഞ്ഞു, അല്ലയോ സ്നേഹിത, എങ്ങനെയാണ് താങ്കൾക്ക് ഈ വെള്ളരിക്ക കഴിക്കുവാനായിട്ട് കഴിയുന്നത്? വളരെ കയ്പാണല്ലോ, അതുകൊണ്ട് കഴിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. എങ്ങനെയാണ് താങ്കൾക്കിത് വളരെ രുചികരം എന്ന രീതിയിൽ കഴിക്കുവാനായി കഴിയുന്നത്? ഉടനെ ആ സ്നേഹിതൻ പറഞ്ഞു, മൈ ഡിയർ കിങ്, I have enjoyed so many favors and blessings from you all these years. Whatever you give me tastes sweet. ഈ നാളുകൾ മുഴുവനും രാജാവേ, നിന്റെ സ്നേഹവും നിന്റെ ഫേവറും അനുഗ്രഹങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് നീ എനിക്ക് എന്ത് തന്നാലും അതെനിക്ക് മധുരമുള്ളതാണ്. കയ്പ് നിറഞ്ഞ അനുഭവങ്ങളാണെങ്കിലും സന്തോഷമുള്ള അനുഭവങ്ങളാണെങ്കിലും എന്ത് നീ എനിക്ക് തന്നാലും എനിക്ക് മധുരമുള്ളതാണ്. കാരണം ഈ വർഷങ്ങളിലെല്ലാം നിന്റെ സ്നേഹവും നിന്റെ പരിപാലനവും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ രാജാവിനോട് പറയുക. ഈ പാൻഡമിക് കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയും ആശങ്കകളും സംഘർഷങ്ങളും നഷ്ടങ്ങളൊക്കെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ അതിനപ്പുറമായി ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരുക്കുന്ന അനേക അനുഗ്രഹങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാനില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നമുക്ക് പങ്കുചേരാനായിട്ട് കഴിയുന്നത്. എത്രയോ പേര് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയമുള്ളവരൊക്കെ നമ്മളെ വിട്ടുപോയി. അത് ദൈവത്തിന്റെ വിളിയാണ്. എന്നാൽ ഈ ലോകത്ത് പ്രിയമുള്ളവരോടൊപ്പം അവശേഷിക്കുവാൻ ഒരു സമൂഹത്തെ ദൈവം നിലനിർത്തിയിരിക്കുകയാണ്. ഒരു ചിന്തകൻ ഇങ്ങനെയാ പറഞ്ഞ, ദൈവമേ, നീ എല്ലാവരെയും ഒരുപോലെ കരയിക്കുക. കാരണം എല്ലാവരും കരഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി സമുദ്രമായി പോകും, അതിൽ ഞങ്ങൾ മുങ്ങി മരിക്കും. അതുകൊണ്ട് ചിലരെയൊക്കെയാണ് നീ കരയിപ്പിക്കുന്നത്. വാസ്തവത്തില് നമ്മുടെ കുടുംബങ്ങളില്, സമൂഹത്തില്, സഭയിലൊക്കെ ഈ സങ്കടങ്ങളും കണ്ണുനീരുണ്ടെങ്കിലും അതിനപ്പുറമായിട്ടുള്ള ഒരു പ്രത്യാശ, ഒരു ശേഷിപ്പ്, ഒരു ജീവിതം ദൈവം തമ്പുരാൻ നിലനിർത്തിയിരിക്കുക. അതിന്റെ അടയാളമാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് സന്ദേശം അയച്ചപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം അയച്ചത്. ഒരു മനുഷ്യന് ഒരു ദിവസം ശ്വസിക്കണമെങ്കിൽ 3 ഓക്സിജൻ സിലിണ്ടർ വേണം. അതായത് ഒരെണ്ണത്തിന് 700 രൂപ വെച്ച് 2100 രൂപ ആവശ്യം. അങ്ങനെയെങ്കിൽ ഒരു വർഷം ഒരു മനുഷ്യന്, അദ്ദേഹം പറയുന്നത് 7,66,500 രൂപ ഒരു വർഷം ഒരു മനുഷ്യന് ഓക്സിജന് വേണ്ടി മാത്രം ചെലവ് വരും. ഒരായുഷ്കാലം മുഴുവനും ഓക്സിജൻ മനുഷ്യന് ലഭിക്കണമെങ്കിൽ ഏകദേശം 5 കോടിയിലധികം വേണം. നമുക്ക് താങ്ങാവുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? എന്നാൽ ദൈവം തമ്പുരാൻ ഇത്രയും നാളും ശുദ്ധവായു തന്ന് എല്ലാ നന്മകളും തന്ന്
ദേശത്ത് നമ്മെ പോറ്റി പുലർത്തുമ്പോൾ നമുക്ക് എത്രത്തോളം ദൈവത്തോട് കടപ്പാടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പലപ്പോഴും ഈ പാൻഡമിക്കിൽ ജീവിതം അവസാനിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. ഉറ്റവരുടെ അവർ നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, പല രീതിയില് കുടുംബങ്ങളില് പ്രതിസന്ധികൾ നേരിടുന്നവരുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, ദൈവമേ എല്ലാം അവസാനിച്ചു, എന്തിനാണ് ദൈവമേ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ വരുന്നത്? നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇതാണോ ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് നമ്മളൊക്കെ ദൈവത്തോട് ചോദിക്കുന്നവരാ. ഒരു ചിന്തകൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് ഇങ്ങനെയാണ്: നോട്ട് എവ്രിതിങ് ഈസ് ക്യാൻസൽഡ്. അദ്ദേഹം പറയുകയാണ്, സൺ ഈസ് നോട്ട് ക്യാൻസൽഡ്, സ്പ്രിംഗ് ഈസ് നോട്ട് ക്യാൻസൽഡ്, ലവ് ഈസ് നോട്ട് ക്യാൻസൽഡ്, ഡിവോഷൻ ഈസ് നോട്ട് ക്യാൻസൽഡ്, മ്യൂസിക് ഈസ് നോട്ട് ക്യാൻസൽഡ്, കൈൻഡ്നസ് ഈസ് നോട്ട് ക്യാൻസൽഡ്, ഹോപ്പ് ഈസ് നോട്ട് ക്യാൻസൽഡ്, God's love for his people is never cancelled. സൂര്യൻ അസ്തമിച്ചിട്ടില്ല, ദയ അസ്തമിച്ചിട്ടില്ല, കരുണ അസ്തമിച്ചിട്ടില്ല, സ്നേഹം അസ്തമിച്ചിട്ടില്ല. അതിനേക്കാൾ ഉപരി ദൈവത്തിന് അവിടുത്തെ ജനത്തോടുള്ള സ്നേഹം ഒരിക്കലും അസ്തമിച്ചിട്ടില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതുകുന്നതാണ് എന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. ജോബിന്റെ ജീവിതത്തിൽ കഷ്ടത നിറഞ്ഞ ജീവിതമാണ് ജോബിന്റെ ജീവിതം. എത്ര പ്രതിസന്ധികളാ ജോബ് നേരിടുന്നത്. ഈ സമയത്ത് ഭാര്യ വന്ന് ജോബിനോട് ചോദിക്കുകയാണ്. ജോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം 2-ാം അധ്യായത്തിൽ ചോദിക്കുകയാണ്, നീ ഇനിയും 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് മരിച്ചുകൊള്ളുക. കാരണം ഈ കുടുംബത്തിലെ നഷ്ടങ്ങൾ, ഈ കുടുംബത്തിലെ പ്രതിസന്ധികളൊക്കെ നീ ദൈവത്തെ സേവിച്ചതുകൊണ്ടാണ്. ഇനിയും നീ എന്തിനാണ് ദൈവത്തെ സേവിക്കുന്നത്? നിന്റെ ഭക്തി നീ ത്യജിച്ച് കളഞ്ഞ് മരിക്കാനായിട്ട് ഭാര്യ ജോബിനോട് ആവശ്യപ്പെടുക. അപ്പൊ ജോബ് പറയുന്ന ഒരു മറുപടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ. ജോബ് പറയുകയാണ്, നീ എന്തിനാണ്, ഭാര്യയോട് പറയാ, നീ എന്തിനാണ് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത്? നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ സ്വീകരിച്ചില്ലേ, തിന്മ കൂടി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയില്ലേ എന്ന് ജോബ് ചോദിക്കുക. നന്മകൾ മാത്രമാണോ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടത്? ചില കഷ്ടതയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? അത് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണ്ടേ എന്ന് ജോബ് തന്റെ ഭാര്യയോട് ചോദിക്കുക. ഈ അനുഭവത്തില് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു, തന്റെ സ്നേഹിതര്, തന്റെ കുടുംബം, കുഞ്ഞുങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടും ജോബ് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു. അവസാന നാളുകളിൽ ജോബ് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമാണ് എനിക്കുണ്ടായിരുന്ന ദൈവമേ, പക്ഷെ ഇപ്പോൾ ഇതാ ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. 42-ാം അധ്യായം അവസാനിക്കുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, ഇങ്ങനെ യഹോവ ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം, മുൻകാലത്ത് എന്തെല്ലാം ജോബിന് നഷ്ടപ്പെട്ടോ അതെല്ലാം ദൈവമായ കർത്താവ് ജോബിന്റെ ജീവിതത്തിൽ തിരിച്ചു കൊടുക്കുകയാണ്. ജീവിതത്തിലെ കഷ്ടതകളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ദൈവത്തിൽ ജോബിനെ പോലെ നിഷ്കളങ്കമായി വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നഷ്ടങ്ങളൊക്കെ ദൈവം നേട്ടങ്ങളാക്കി തരുന്ന ദിവസങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ക്രൂശില്ലാതെ ഒരു ജീവിതമില്ല. ഒരു ക്രൈസ്തവന്റെ ജീവിതം ക്രൂശിന്റെ അനുഭവമുള്ള ജീവിതമാണ്. ക്രൂശിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ക്രൈസ്തവന് ജീവിതമില്ല. ഇന്ന് പലപ്പോഴും ക്രൂശിനെയൊക്കെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നവരാണ്. നന്മകൾ മാത്രം അനുഭവിക്കുക, സന്തോഷങ്ങൾ മാത്രം അനുഭവിക്കുക, ഇതാണ് നമ്മളൊക്കെ പ്രത്യാശിക്കുന്നത്. എന്നാൽ ക്രൈസ്തവന്റെ ജീവിതം ഒരു ക്രൂശിന്റെ ജീവിതമാണ്. ഈ ക്രൂശിന്റെ വ്യതകളിലൂടെയും സഹനങ്ങളിലൂടെയും അല്ലാതെ ദൈവരാജ്യത്തെ സ്വീകരിക്കുവാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. ഈ ലോകത്തിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ ദൈവരാജ്യ അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെടും. ചില നഷ്ടങ്ങളൊക്കെ എന്നേക്കുമായി അസ്തമിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നിത്യമായിട്ടുള്ള നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലാണ് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന ഒരു ശക്തമായ അനുഭവമാണ് ഇന്നത്തെ വേദവചനത്തിൽ നമ്മൾ വായിക്കുക. അതായത് ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് അവർ പോവുകയാണ്. കാരണം കർത്താവിനെ പ്രതീക്ഷിച്ചാണ് അവര് ജെറുസലേമിലേക്ക് വന്നത്. പക്ഷെ അവിടുന്ന് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്.
മരണപ്പെട്ടിരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അവര് എമ്മൗസിലേക്ക് പോവുകയാണ്. എമ്മൗസിലേക്ക് പോകുന്ന സമയത്ത് വചനത്തിൽ എടുത്തു പറയുന്നുണ്ട്, ദൈവം കർത്താവ് അവരെ സന്ദർശിക്കുകയും അവരോടുകൂടെ സഞ്ചരിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഈ പാണ്ഡമിക്കിലും ഈ വചനത്തിലൊക്കെ നമ്മൾ കാണുന്ന 3 ചിന്തകളിൽ ഒന്ന്, കർത്താവിനെ നമ്മൾ കാണുന്നത് ജീസസ് ഈസ് എ ഗുഡ് കമ്പാനിയൻ എന്നുള്ളത്. കർത്താവ് ഏറ്റവും നല്ല ഒരു സഹയാത്രികനാണ്. കർത്താവ് ഏറ്റവും നല്ല കമ്പാനിയനാണ്. അതായത് അതിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കൊടുത്തിട്ടുള്ളത്, ഒരു വ്യക്തി കൂടുതലായ സമയം ചെലവഴിക്കുക, ഒരാളുടെ കൂടെ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യനോടൊപ്പം സമയം ചിലവഴിക്കുന്ന ഒരേ ഒരു ദൈവം നമ്മുടെ കർത്താവ് മാത്രമാണ്, മനുഷ്യനല്ല. സ്നേഹബന്ധങ്ങളെല്ലാം ഇന്നത്തെ കാലത്ത് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി ഒരു രോഗിയാണെന്ന് പറയുമ്പോൾ ആ വഴിക്ക് പോലും പോകാനായിട്ട് മനുഷ്യൻ ഭയപ്പെടുന്ന കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, സ്നേഹമുള്ളവരും കുടുംബത്തിലുള്ളവർ പോലും മാറ്റി നിർത്തുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. അവന്റെ ആ സ്നേഹമുള്ള കൂട്ടായ്മ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം ഒരു കിങ്ഷിപ്പ് അല്ല, രാജ്യത്തിൻ്റെതല്ല, അധികാരത്തിൻ്റെതല്ല, ഒരു കിങ്ഷിപ്പാ, രക്തബന്ധത്തിൻ്റെതാണ്. കാരണം നമ്മിലുള്ള ശ്വാസം, നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം എല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന് അഭേദ്യമായ ബന്ധം ബലഹീനരും പാപികളുമായ നമ്മളോടുണ്ട്. ദൈവം അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ ലോകത്തെ അത്രമേൽ സ്നേഹിക്കുകയാണ്. ഈ ലോകത്തിലേക്ക് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. നമ്മൾ അത്രത്തോളം ദൈവം സ്നേഹിക്കുന്നു, കരുതുന്നു. നമ്മളുമായി കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ ശിഷ്യന്മാരുടെ ജീവിതത്തില് ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യമായിട്ട് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ എമ്മൗസ് യാത്രയിൽ കർത്താവ് പങ്കെടുക്കുകയാണ്. എന്താണ് അതിന് കാരണം? അവർ ഏറ്റവും വലിയ ദുഃഖിതരായിരുന്നു. വചനത്തിൽ എടുത്തു പറയുന്നുണ്ട്, അവര് വളരെ വേദനയോടുകൂടെ, സങ്കടത്തോടുകൂടെ, ദുഃഖിച്ചാണ്, സങ്കടത്തോടെയാണ് അവർ എമ്മൗസിലേക്ക് യാത്ര ചെയ്തത്. എന്നാൽ ഈ യാത്രയിൽ കർത്താവ് അവരോടൊപ്പം ചേർന്ന് നടക്കുകയാണ്, അവരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു, അവരുടെ ദർശനങ്ങൾ നഷ്ടപ്പെട്ടു, അവരുടെ സാധ്യതകൾ നഷ്ടപ്പെട്ടു, അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിച്ചുപോയി. തിരിച്ചവർ എമ്മൗസിലേക്ക്, തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി വരുമ്പോൾ കർത്താവ് അവരോട് കൂടെ നടക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. എവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത്? എവിടെയാണ് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുക? എവിടെയാണ് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞു പോകുന്നത്? അവിടെ ദൈവമുണ്ട്, കർത്താവുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാണ്. ഇവിടെ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത്, യേശു അവരോടൊപ്പം ചേർന്ന് നടന്നു, പക്ഷെ അവർക്ക് കൂടെയുള്ളത് യേശുവാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അവരുടെ വലിയൊരു പ്രയാസമായിരുന്നു, ആത്മീയ ജീവിതത്തിൽ വലിയൊരു പ്രയാസം. അവരുടെ കൂടെ യേശു ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. നമ്മൾ ഇതുപോലെ തന്നെയാണ്. ഈ നിമിഷം നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഓർക്കണം, യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. എൻ്റെ ചുറ്റുമുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ ചുറ്റുപാടുമുണ്ട്, എൻ്റെ ഭവനത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അവൻ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാനും ജീവിക്കുന്നതെന്ന തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അവന്റെ സംരക്ഷണം എപ്പോഴും എൻ്റെ കൂടെ. ഒരു നിഴല് പോലെ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നവൻ, എനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവൻ, അവൻ ക്രിസ്തു മാത്രമാണ്. വേറെ ഒരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിൽ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ മനുഷ്യരിലും സമ്പത്തിലും ലോകത്തിന്റെ ജ്ഞാനത്തിലും സൗന്ദര്യത്തിലും എന്തിലെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതെല്ലാം വേണ്ട, നമ്മളെ വേണ്ട എന്ന് പറയുന്ന ഒരു നിമിഷങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാത്തത് നമ്മുടെ ദൈവം തമ്പുരാൻ മാത്രമാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും എത്രയോ അമ്മമാര് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന കാലമാണ്, കൊന്നുകളയുന്ന കാലമാണ് നമ്മൾ മാധ്യമങ്ങളിൽ കാണുക. വചനത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ദൈവം അത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കുകയാണ്. പേർഷ്യൻ വേർഷനിൽ അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം, കർത്താവ് അവരുടെ സങ്കടങ്ങളില് അവരുടെ ഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പം സഞ്ചരിച്ചു എന്നാണ്. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 34 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മോശയുടെ ജീവിതാനുഭവങ്ങൾ കാണാം. മരുഭൂമിയുടെ യാത്രയില് വളരെ പൊള്ളുന്ന അനുഭവത്തില്, തിക്തമായ യാത്രയിൽ മോശ ഈ ദൈവജനവുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. മോശയ്ക്ക് ആകെയുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത്, പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം മാത്രം. കാരണം ദൈവത്തിന്റെ സഹായമില്ലാതെ പല രാജ്യങ്ങൾ കടന്ന് ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കനാൻ ദേശത്ത് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്.
ഭക്ഷണം വേണം, ജലം കുടിക്കാൻ വെള്ളം വേണം. അതുപോലെ ശത്രുക്കൾ, എല്ലാ സ്ഥലത്തും ശത്രുക്കൾ പതിയിരിക്കുകയാണ്. എന്നാൽ വചനം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, മോശ ദൈവത്തിൽ ആശ്രയിക്കുക. മോശ ദൈവത്തിൽ ആശ്രയിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നുണ്ട്, മേഘം തിരുനിവാസത്തിന് മേൽ ഉയരുമ്പോൾ മാത്രമാണ് മോശ സഞ്ചരിക്കുന്നത്. ദൈവം ഒരു സിഗ്നൽ കൊടുക്കുക, ഒരു ഗ്രീൻ ലൈറ്റ് കൊടുക്കുകയാണ്. മോശ നീ സഞ്ചരിക്കാൻ പറയുമ്പോഴാണ് മോശ സഞ്ചരിക്കുന്നത്. മേഘം തിരുനിവാസത്തിന്റെ മേൽ ഉയരാത്തപ്പോൾ മോശയും കൂട്ടരും അവിടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. കാരണം എപ്പോഴാണോ ദൈവം ആലോചന കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട്, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. എത്ര പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിലും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അങ്ങനെ മോശ കാത്തിരുന്ന സമയത്ത് 38 വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയാണ്, അവിടെ നമ്മൾ കാണുന്നത് ത്രൂ ഔട്ട് ഓൾ ദെയർ ജേർണീസ് ഗോഡ് വാസ് വിത്ത് ദം. രാവും പകലുമുള്ള കഠിനമായ മരുഭൂമിയുടെ യാത്രയിൽ, ശത്രുത നിറഞ്ഞ യാത്രയില് ദൈവം തമ്പുരാൻ മോശയോടും ജനത്തോടും കൂടെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ദൈവം, കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവം, കൂടെ വസിക്കുന്ന ഒരു ദൈവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇത്ര നല്ലൊരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കഴിയില്ല. ആ ദൈവത്തെ സ്നേഹിപ്പാനായിട്ട്, തിരിച്ചു സ്നേഹിപ്പാനായിട്ട് നമുക്ക് കഴിയും. രണ്ടാമത് നമ്മൾ യേശുവിനെ നമ്മൾ കാണുന്നത്, ജീസസ് ഈസ് എ ഗുഡ് കംഫർട്ടർ. അവൻ ആശ്വാസപ്രദനാണ് നമ്മുടെ കർത്താവ്. 21 ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 21 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഈ രണ്ടുപേര് പറയുകയാണ്, യേശുവിനോട് പറയുകയാണ്, വി ട്രസ്റ്റഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ ഹി ഹു ഷുഡ് ഹാവ് റെഡീംഡ് ഇസ്രായേൽ. അവൻ ഇസ്രായേലിനെ ആശ്വസിപ്പിക്കുന്നവനും വീണ്ടെടുക്കുന്നവനുമാണെന്ന് ഞങ്ങൾ കാത്തിരുന്നവരാണ്. പക്ഷെ ഇതാ ആ കാത്തിരിപ്പെല്ലാം യേശുവിന്റെ മരണത്തോടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വിമോചനത്തിന് വേണ്ടി രാജാക്കന്മാർ കാത്തിരുന്നിട്ടുണ്ട്, പ്രവാചകന്മാർ കാത്തിരുന്നിട്ടുണ്ട്, പുരോഹിതന്മാർ കാത്തിരുന്നിട്ടുണ്ട്, ന്യായാധിപന്മാർ കാത്തിരുന്നിട്ടുണ്ട്, അങ്ങനെ എല്ലാവരും കാത്തിരുന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും ഇസ്രായേലിന്റെ വിമോചനം, ഈ ജനത്തിന്റെ സ്വാതന്ത്ര്യം, ഈ ജനത്തിന്റെ ആശ്വാസം നൽകുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. പക്ഷെ ഇവനിൽ മാത്രമാണ് ഞങ്ങൾ ആശ്രയിച്ചത്, അവന് ഞങ്ങൾ കാത്തിരുന്നു. ഇവന് മാത്രമാണ് ഇസ്രായേലിനെ വിമോചിപ്പിക്കാനും ഇസ്രായേലിന് ആശ്വാസം നൽകുവാനും കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ പ്രത്യാശ വെച്ചിരുന്നു. അതുകൊണ്ട് അവന്റെ പിന്നാലെ ഞങ്ങൾ യാത്ര തിരിച്ചു. എന്നാൽ ഇത് ആ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ശിമോൻ പറയുന്നുണ്ട്, യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ശിമോന്റെ പ്രത്യേകത ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി സമാധാനത്തിനായി കാത്തിരുന്നവനാണ് ശിമോൻ. അങ്ങനെ യേശുവിനെ കണ്ട സമയത്ത് പറയുകയാണ്, ഈ ജനത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി ഒരുക്കിയ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് ശിമോൻ പറയുകയാണ്. കാരണം രക്ഷകനാണ് ക്രിസ്തു. അവന് മാത്രമാണ് വിമോചിപ്പിക്കുവാനും ആശ്വാസം നൽകുവാനും കഴിവുള്ള ദൈവം. ആ ദൈവം അവരുടെ ജീവിതത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കർത്താവ് തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. കഷ്ടതയെ കുറിച്ച് പറയുന്നത് 26 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് നോട്ട് ടു ക്രൈസ്റ്റ് ടു ഹാവ് സഫർ ദീസ് തിങ്സ് ആൻഡ് എൻറ്റർ ഇൻടു ഹിസ് ഗ്ലോറി. ഈ കഷ്ടതകളൊക്കെ സഹിച്ചാലല്ലേ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ? അത് ഒരു വലിയൊരു ചോദ്യമാണ്. അവിടെ പറയുകയാണ്, ഈ കഷ്ടതകളിലൂടെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാശത്തിലേക്കല്ല, കഷ്ടതയിലൂടെ ദൈവമഹത്വത്തിലേക്ക് നമ്മൾ പങ്കുചേരുക. കഷ്ടതയിലൂടെ ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുക. ദൈവികമായ അനുഗ്രഹത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്നത് കഷ്ടതയാണ്. മാത്രമല്ല, ഈ കഷ്ടതയിൽ നമുക്ക് ആശ്വാസം തരുവാനായിട്ട് നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. എങ്ങനെയാണ് കർത്താവ് അവരെ ആശ്വസിപ്പിച്ചത്? അവരുടെ നിരാശയിൽ, അവരുടെ സങ്കടത്തിൽ അവരെ ആശ്വസിപ്പിച്ചത് അവരോടൊപ്പം സഞ്ചരിക്കുക. അവരെവിടെയാണോ അവിടെ യേശു ചെല്ലുകയാണ്. അത് ദൈവത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. നമ്മൾ എവിടെയാണോ ആ സാഹചര്യത്തിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, നമ്മൾ എവിടെ ആയിക്കൊള്ളട്ടെ, ദൈവം ആ സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ്. നമ്മൾ പരിമിതിയുള്ളവരാ, ഒരു സ്ഥലവുമായി ബന്ധപ്പെടുത്തി, ഒരു സ്പേസുമായി ബന്ധപ്പെടുത്തി ലിമിറ്റഡ് ആണ് നമ്മുടെ ജീവിതം. പക്ഷേ ദൈവത്തിന് ഒരു ലിമിറ്റേഷനും ഇല്ല. പരിമിതിയില്ലാത്ത ദൈവം പരിമിതിയുള്ള മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക. എവിടെയാണോ നമ്മളായിരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണോ നമ്മളായിരിക്കുന്നത്, ആ സാഹചര്യത്തിൽ കർത്താവ് ഇറങ്ങി വരിക. പിന്നീട് നമ്മൾ അവനെ കാണുന്നത്, അവനെ ആശ്വസിപ്പിക്കുകയാണ്. ആ ജനത്തെ അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുക. ദൈവവചനം അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഈ കാലത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് ശക്തി പകരുന്നത് ഈ ദൈവത്തിന്റെ വചനം. ഈ വചനം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം ലോകത്ത് മറ്റൊന്നിനും നമുക്ക് തരുവാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല, പിന്നീട് നമ്മൾ കാണുന്നത് അവരോടൊപ്പം വസിച്ചു, അവരോടൊപ്പം കൂട്ടായ്മ ആചരിച്ചു, വിശുദ്ധ കുർബാന ആചരിക്കുക. ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു, ആ ജനത്തിലേക്ക് ഇറങ്ങി വരുന്നു,
അവരോടൊപ്പം അവരുടെ കഷ്ടതകളിൽ അവരോടൊപ്പം സഞ്ചരിക്കുകയാണ്, അവരെ സ്നേഹിക്കുക, അവരോടൊപ്പം വസിക്കുകയാണ്, അവരെ വചനത്താൽ ആശ്വസിപ്പിക്കുകയാണ്, അവരെ ധൈര്യപ്പെടുത്തുകയാണ്, അവരോടൊപ്പം കൂട്ടായ്മ ആചരിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. ഇത്ര നല്ല ഒരു ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ഈ ദൈവവചനത്തിന്റെ ധ്യാനം നമുക്ക് ആവശ്യമാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയാണ്, 23-4 വാക്യത്തിൽ വായിക്കുകയാണ്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ആടുകളെ ഇടയനെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ സമാധാനിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ ഓരോ പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയമുള്ള മെറിന് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഈ വാർത്ത എന്നോട് മനോജ് പറയുമ്പോൾ വളരെ കരയുകയാണ്. ഞാൻ കിടക്കയിൽ അങ്ങ് കിടന്നുപോയി. കാരണം അത്ര സങ്കടമായി പോയി. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ എത്ര ശക്തരാണെന്ന് പറഞ്ഞാലും ചില വാർത്തകളൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നവരാണ്. പക്ഷേ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും മാനുഷികമായി ആശ്വാസങ്ങളും പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, ദൈവത്തിന് മാത്രമാണ് നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. ആ ദൈവം തമ്പുരാന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഏത് അനുഭവങ്ങളെയും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ശിഷ്യന്മാരുടെ ജീവിതം അതാ. അവരെ കർത്താവ് ആശ്വസിപ്പിക്കുക, അവരുടെ കൂടെ ചേർന്ന് നടന്ന് അവരോടൊപ്പം വസിച്ച് അവരെ ആശ്വസിപ്പിക്കുക. കർത്താവിന് അവിടുത്തെ ജനത്തോട് എത്ര ആഴമായ സ്നേഹമുണ്ട്, അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. മൂന്നാമതായിട്ട് കർത്താവിനെ നമ്മൾ കാണുന്നത് ജീസസ് ഈസ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഏറ്റവും നല്ല സംവേദനം ചെയ്യുന്ന കർത്താവ്. കാരണം അവൻ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ വചനമാണ്. കാരണം ഈ ശിഷ്യന്മാർക്ക് വേണ്ടത്, അവരുടെ നിരാശയില്, അവരുടെ പ്രയാസങ്ങളിലൊക്കെ അവർക്ക് വേണ്ടത് ഈ വചനത്തിന്റെ ഉറപ്പാണ്. കാരണം തകർച്ചകൾ അടിക്കടി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ദൈവത്തെ സംശയിക്കുന്നവരാണ്. ദൈവം എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങളൊക്കെ എനിക്ക് തരുന്നത്? എന്തുകൊണ്ടാണ് ഈ കഷ്ടതകളൊക്കെ എനിക്ക് തരുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഈ സഹനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്? ഞാൻ ഇതുവരെയും ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെ കർത്താവ് പറയുന്നുണ്ട്, അവന്റെ വചനത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഈ വചനത്തിന്റെ ശക്തിയാലാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുന്നത്. അവിടുന്ന് വചനത്തിൽ നമ്മൾ കാണുകയാണ്, ഈ ശിഷ്യന്മാർക്ക് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലുമുള്ള വചനത്തെക്കുറിച്ച് 27-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. കാരണം വചനം അവരുടെ ജീവിതത്തിന് ആവശ്യമാണ്. വചനത്തിന്റെ ശക്തിയാൽ അവരെ നിറയ്ക്കുകയാണ്. പഴയ നിയമത്തില് നമ്മൾ കാണുന്നത് യേശുവിന് നമ്മൾ അവിടെ ഒരു നിഴല് പോലെ അവിടെ യേശുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും യേശുണ്ട്. അവൻ ഈ ലോകത്തിന്റെ രക്ഷകനാണ്, ഈ ലോകത്തിന്റെ വിമോചകനാണ്, ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ എന്ന് പ്രവാചകന്മാരിലൂടെ തന്നെ കുറിച്ചുള്ള തിരുവചനം അവർക്ക് പങ്കുവെക്കുകയാണ്. കാരണം അവർക്ക് ദൈവകൃപ ആവശ്യമാണ്, ദൈവത്തിന് അനുഗ്രഹം ആവശ്യമാണ്, ദൈവത്തിന്റെ സമാധാനം ആവശ്യമാണ്, അവർക്ക് ഒരു പ്രതീക്ഷ ആവശ്യമാണ്. അവർ മടങ്ങിപ്പോക്കിന്റെ അനുഭവത്തിൽ, പക്ഷെ അവർ തിരിച്ചു വരണം. ഈ സമയത്ത് ശിഷ്യന്മാർ പറയുന്ന വലിയൊരു കാര്യമുണ്ട്, അത് നമ്മൾ ചിന്തിക്കണം. അവർ പറയുകയാണ്, അവൻ വഴിയിൽ വെച്ച് വചനം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? പറയുകയാണ്, വചനം അവൻ നമ്മോട് വഴിയിൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ദൈവവചനമാണ് നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവവചനമാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് സൗഖ്യം തരുന്നത്. ദൈവവചനമാണ് നമ്മെ ശക്തീകരിക്കുന്നത്. ദൈവവചനമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവവചനത്താല് ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കണം, ഈ ലോകം എന്തു പറയുന്നു, നമ്മൾ എന്ത് നേരിടുന്നു എന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ വചനം എന്നോട് എന്താണ് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ വചനം എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്. ഈ ജീവനുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തി പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമാകും. ദൈവവചനത്തിന്റെ പ്രത്യേകത നോക്കി, ആദ്യം അവിടെ പറയുകയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദം തിയോപ്നിസ്റ്റോസ് എന്ന് പറയുന്ന ഒരു പദമാണ്. അതായത് ദൈവത്തിന്റെ ശ്വാസമുള്ളതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശ്വാസമുള്ളത്. ഈ വചനം നമ്മുടെ കയ്യിൽ കർത്താവ് തന്നിരിക്കുക ജീവന്റെ വചനമാണ്. ഈ ജീവന്റെ വചനം നമ്മുടെ കയ്യിലുള്ളപ്പോൾ മരണത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ ആശങ്കകളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ദൈവശ്വാസം ഈ വചനത്തിലുള്ളതാണ്. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിരാശയിലോ
പ്രതിസന്ധികളിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ഒന്ന് വായിക്കുക. ഈ വചനം ഒന്ന് വായിക്കുക. തീർച്ചയായും ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ സൗഖ്യപ്പെടുത്തും. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ ഉയർത്തും. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യും. നിങ്ങളുടെ രോഗങ്ങൾക്ക് ദൈവം സൗഖ്യം തരും. കാരണം ദൈവാത്മാവിന്റെ ശക്തി ദൈവവചനത്തിനുണ്ട്. അത് തുച്ഛീകരിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പങ്കുവെക്കുന്നുണ്ട്. അതേ പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുകയാണ് ദൈവശ്വാസമുള്ളതാണ് ഈ ദൈവത്തിന്റെ വചനം. ഈ വചനം നമ്മൾ വായിക്കുക. ഈ കാലങ്ങളിലൊക്കെ നമുക്ക് ശക്തി പ്രാപിക്കണമെങ്കിൽ ദൈവവചന ധ്യാനത്തിലൂടെ അല്ലാതെ നമുക്ക് വേറൊരു മാർഗവുമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവസാനമായിട്ട് ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹിറ്റ്ലർ ശക്തമായി ലോകത്തെ ജർമ്മനി ശക്തമായി അവിടെ വാണരുളുന്ന ഒരു സമയത്ത് ഒരു സാധുവായ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിന് മുൻപിൽ നിൽക്കത്തില്ല, അത്രയ്ക്കും ഭയമാണ്. ഹിറ്റ്ലർ എന്ന് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയമാണ്. പക്ഷെ ഒരു സാധുവായ സ്ത്രീ അദ്ദേഹത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് ഒരു കുരിശുണ്ട് അവളുടെ കയ്യിൽ, ക്രൂശിത രൂപമുണ്ട്. അത് ഉയർത്തി പിടിച്ചുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്. ഉടനെ ഹിറ്റ്ലർ ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് എൻ്റെ മുൻപിൽ ഇത്ര ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട് കഴിയുന്നത്? നിനക്ക് എന്നെ അറിയത്തില്ലേ? എങ്ങനെയാണ് നിനക്ക് കഴിയുന്നത്? അവൾ പറഞ്ഞു, എനിക്ക് അങ്ങേ അറിയാം പ്രഭോ, എനിക്ക് അങ്ങേ അറിയാം. അപ്പൊ ചോദിച്ചു, എന്ത് ധൈര്യമാണ് നിനക്കുള്ളത് എൻ്റെ മുന്നിൽ നിൽക്കാനായിട്ട്? ഉടനെ തന്നെ ആ സ്ത്രീ ക്രൂശിത രൂപം അവള് ഉയർത്തിപ്പിടിക്കുകയാണ്. ഹിറ്റ്ലർ ഒരു പ്രാവശ്യമാണ് ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയത്. ഉടനെ അദ്ദേഹം ശിരസ് കുനിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തെ വിറപ്പിച്ച മനുഷ്യൻ, ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കുരുതി ചെയ്ത മനുഷ്യൻ ഒരു ക്രൂശിന്റെ രൂപത്തിന്റെ മുൻപിൽ തലകുനിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. കാരണം അവന്റെ മുൻപിൽ തല ഉനിക്കാതെ നമ്മൾ നിൽക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും പരാജയമാണ്. എത്ര വലിയ പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, എത്ര വലിയ ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, എത്ര നമ്മളെ ഞെരുക്കിക്കളയുന്ന സംഭവങ്ങളായിക്കൊള്ളട്ടെ, പക്ഷെ അവന്റെ മുൻപിൽ ഒന്ന്, ക്രിസ്തുവിന്റെ മുമ്പിൽ ശിരസ്സൊന്ന് കുനിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, ആ ക്രൂശിന്റെ പാദപീഠത്തിൽ അടുത്തു ചേരുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, ആ ക്രൂശിന്റെ അനുഭവങ്ങളെ ചുംബിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ വേദനകളെ, നമ്മുടെ സഹനങ്ങളെയൊക്കെ കർത്താവ് ആ ക്രൂശിനോട് ചേർത്ത് വെക്കും. അവിടുന്ന് നൽകുന്ന ആശ്വാസവും സമാധാനവും നമുക്ക് തരും. ഈ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എമൗസിലേക്ക് നിരാശയിൽ പോയ ശിഷ്യന്മാരെ കർത്താവ് സ്നേഹിക്കുകയാണ്, അവരെ ആശ്വസിപ്പിക്കുകയാണ്, വചനത്താൽ ധൈര്യപ്പെടുത്തുകയാണ്, അവരുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ ഇരിക്കുക. ഉടനെ തന്നെ വചനത്തിൽ പറയുകയാണ്, ഉടനെ തന്നെ അവർ മടങ്ങി ജെറുസലേമിലേക്ക് ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് വരികയാണ്. എന്താണോ അവർക്ക് ചെയ്യേണ്ട ദൗത്യം, അത് ഏറ്റെടുക്കുവാനായിട്ട് അവര് മടങ്ങി വരികയാണ്. ഒരു മടങ്ങി വരവ്, ക്രിസ്തുവിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. ദൈവത്തെങ്കിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നവരാ, ഈ ലോകത്തിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നവരും ജീവിക്കുന്നവരാ. എന്നാൽ ഒരു തിരിച്ചുപോക്ക് നമുക്ക് ആവശ്യമാണ്, ഒരു മാനസാന്തരം നമുക്ക് ആവശ്യം, ഒരു സൗഖ്യം നമുക്ക് ആവശ്യമാണ്, ദൈവത്തിന്റെ ഒരു വിടുതലും അഭിഷേകവും ഒക്കെ നമുക്ക് ആവശ്യം. അതിലൂടെ മാത്രമാണ് ഈ ലോകത്ത് അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതിനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ പാപികളും ബലഹീനരുമായ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങള് പാപികളും ദ്വേഷികളും ആണ്, ഒന്നിനും യോഗ്യതയില്ല. എങ്കിലും ഞങ്ങളെ യോഗ്യതയുള്ളവരെന്ന് എണ്ണി ഞങ്ങളെ സ്നേഹിക്കുന്ന, മാനിക്കുന്ന നിന്റെ ദയക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൊക്കെ ആരെല്ലാം ഞങ്ങളെ മറന്നാലും ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ നഷ്ടങ്ങൾ നേട്ടങ്ങളാക്കി തരാൻ കഴിവുള്ള ഒരു ദൈവം ഞങ്ങളുടെ ജീവിതത്തിലുള്ളതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധ കൃപയിൽ ഈ നിമിഷങ്ങളിലെല്ലാം ഞങ്ങളെ തിരുസഭ മുഴുവൻ, ലോകം മുഴുവനെയും അവിടുന്ന് കാത്തോളുന്നു. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്ന് കേൾക്കണം നല്ല പിതാവേ, ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളോടുകൂടെയും
കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നതല്ലോ. ആമേൻ. പ്രത്യേക അപേക്ഷ, ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന. ഉയർത്തെഴുന്നേറ്റ കർത്താവെ, ഐക്യതയിൽ വേരൂന്നിയ സമൂഹങ്ങൾ നിർമ്മിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഉപദേശിച്ചുവല്ലോ. ഒരുമയുടെയും പങ്കിടലിന്റെയും അനുഭവം കർത്താവെ ഞങ്ങൾക്ക് തരണമേ. സ്വാർത്ഥതയെ ഉപേക്ഷിച്ച് നിസ്സഹായരുമായി ഞങ്ങളുടെ വിഭവങ്ങൾ പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദരിദ്രർക്കും ആവശ്യത്തിലിരിക്കുന്നവർക്ക് അഭയം നൽകാനും അവരുമായി ഐക്യദാർഢ്യം ഉണ്ടാക്കുവാനും സുവിശേഷം പങ്കിടുവാനും സഹായിക്കണമേ. ഞങ്ങളോടൊപ്പമുള്ള അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ഒരുക്കാം. പ്രിയമുള്ള ജിൻസി ജോൺ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവാനായ കർത്താവെ, ഞങ്ങൾക്ക് ഈ പാപികളും ദോഷികളുമായ ഞങ്ങൾക്ക് ഈ സ്തുതിക്കുന്നു കർത്താവെ. ഈ പകൽക്കാലം കർത്താവെ, ഈ കൂട്ടായ്മയിൽ കൂടാൻ പറ്റിയ അവസരത്തിനായി സ്തുതിക്കുന്നു കർത്താവെ. അനേകർ ഈ ലോകത്തിൽ ഈ അവസരമില്ലാതെ കർത്താവെ ജീവന് വേണ്ടി ഓടുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ, ഈ ലോകം കോവിഡ് മൂലമായി സ്തംഭിച്ചിരിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു സ്ഥിതിയിൽ വന്നിരിക്കുന്നു കർത്താവെ. Psalms 46 says, God is our refuge and strength and present in trouble in help. God, ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ troubled time, we are not knowing what to do, O Lord. Lord, we ask for your help, O Lord. Touch each and every infected person and sick person, O Lord. We are requesting for your healing hands. Sustain the bodies and spirit of those infected people, O Lord. Lord, എത്രയോ പേർ ICU-ലായിരിക്കുന്നു കർത്താവെ. ദൈവമേ, ഓരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരെ എത്രയും വേഗം സൗഖ്യം പ്രാപിക്കാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെല്ലാം അറിയുന്നു, ഒരു ഹോസ്പിറ്റൽ ബെഡ് പോലും ലഭിക്കാനുള്ള അവസരമില്ല കർത്താവെ. ഓരോ മനുഷ്യരും കഷ്ടപ്പെടുകയാണ് കർത്താവെ ഒരു ബെഡ് ലഭിക്കാൻ വേണ്ടിയിട്ട്. ബെഡ് ലഭിച്ചാലും ദൈവമേ, ബാക്കിയുള്ള കാര്യങ്ങൾ, മെഡിസിൻസ്, ഓക്സിജൻ എന്നിവ, ഈ ഓരോ റിസോഴ്സസിന് വേണ്ടിയും ആൾക്കാർ ഓടുകയാണ് കർത്താവെ. എന്ത് കാശുണ്ടായിരുന്നാലും എന്തൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിലും കർത്താവെ, ഇതൊന്നും നമുക്ക് ലഭിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നതാണ് കർത്താവെ. ദൈവമേ, നീ അത് കണ്ട് അറിഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ഫാമിലീസിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരുടെ ബന്ധുമിത്രാദികൾ ഹോസ്പിറ്റലിലായിരിക്കുന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓടുന്നു കർത്താവെ. അവർക്ക് സ്ട്രെങ്ത് ആൻഡ് പവർ നൽകി അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ട്രെങ്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഈ കഷ്ടത മഹത്വത്തിലേക്കാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാശത്തിലേക്കാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരം കൂടെ ഇരിക്കണേ ദൈവമേ. I pray for the elderly people, oh Lord. vulnerable ആയിട്ടുള്ള ഓരോ എൽഡേഴ്സിനെ പ്രാർത്ഥിക്കുന്നു. ഓൾറെഡി അവർക്ക് ഡയബറ്റീസും BP-യും ഷുഗറും എന്നുള്ള രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ രോഗം അവർക്കൊന്നും പെടാതെ ദൈവമേ ഇമ്മ്യൂണിറ്റി അവർക്ക് നൽകി, എസ്പെഷ്യലി ഫോർ ദ elderly people അവരെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, I pray for the poor and needy people, oh Lord. ദൈവമേ, എത്രയോ അനേകർ ഹോംലെസ് ആയിട്ട് ദൈവമേ റോഡിലും വീടുകളില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കർത്താവെ. We all are privileged. We have our shelters, we have home, we have food, oh Lord. But എത്രയോ അനേകർ ഇതൊന്നുമില്ലാണ്ട് ജീവിക്കുന്നവരുണ്ട് കർത്താവെ. അവർക്ക് അങ്ങ് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഒരു രോഗം വന്നാൽ അവര് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാത്ത ഓരോ ആൾക്കാരുണ്ട് കർത്താവെ.
അവരെല്ലാം അങ്ങ് കാത്തോളണേന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗം പെട്ടാലും ദൈവമേ അവര് ഐസൊലേഷനിലാവാൻ അവർക്ക് സ്ഥലമില്ല കർത്താവെ. അവരെല്ലാം അങ്ങ് കാത്തുകൊള്ളണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയം I pray for the young and the strong, Lord. ഈ കോവിഡിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയും അവർക്ക് ചെയ്യാൻ പറ്റുന്നേയും അങ്ങ് ബലപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സ്പ്രെഡ് കണ്ടെയ്ൻ ചെയ്യാനായി അങ്ങ് അവരെല്ലാം ബലപ്പെടുത്തണേ ദൈവമേ. ഞങ്ങൾ ആരോഗ്യത്തിലായിരിക്കുന്നു. സ്തോത്രം കർത്താവെ. നന്ദിയുണ്ട് കർത്താവെ. എല്ലാരെയും അങ്ങ് കാത്തുകൊള്ളണേ ദൈവമേ. ഈ സ്പ്രെഡ് കണ്ടെയ്ൻ ചെയ്യാൻ അങ്ങ് മാത്രമേ പറ്റത്തുള്ളൂ കർത്താവെ ദൈവമേ. ഹോസ്പിറ്റൽസ്, ഡോക്ടേഴ്സ് എല്ലാരും പറയാണ് ഇനി ഇവരുടെ കയ്യിൽ നിന്ന് അത് പോയി, ഇനി അങ്ങ് മാത്രമേ ഉള്ളൂ ആശ്രയം. അങ്ങേക്ക് മാത്രമേ ഈ രോഗം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ ദൈവമേ. ഞങ്ങൾ ഇതറിയുന്നല്ലോ കർത്താവെ. അതുകൊണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു, എത്രയും വേഗം ഈ രോഗത്തിനുള്ള കണ്ടെയ്ൻമെന്റ് അങ്ങ് നടത്തണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, ഫെഡറൽ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ന്യൂസിൽ കാണുന്നു റിസോഴ്സസ് ഇല്ല കർത്താവെ, ഓക്സിജൻ ഇല്ല, മെഡിസിൻ ഇല്ല, വാക്സിൻ ഇല്ല, എല്ലാത്തിനും സ്കാർസിറ്റി ലോർഡ്. ദൈവമേ ഞങ്ങൾ എലക്ട് ചെയ്ത് ഈ ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാവർക്കും ഈ കറക്റ്റ് റിസോഴ്സസ് ഓരോ സ്ഥലത്തും എത്തിക്കാനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള വിസ്ഡം അങ്ങ് കൊടുക്കണേ ദൈവമേ. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള പവർ അങ്ങ് നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ഫണ്ട്സും കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അവർക്ക് എവിടെയൊക്കെ എന്ത് കറക്റ്റ് ടൈമിന് ഈ രോഗം കണ്ടെയ്ൻ ചെയ്യാനുള്ള കറക്റ്റ് റിസോഴ്സസ് അവർക്ക് എത്രയും വേഗം യൂസ് ചെയ്യാൻ പറ്റണേന്ന് ഓരോ ലീഡേഴ്സിനെ എടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരാണല്ലോ ദൈവമേ ഞങ്ങളുടെ ഹോപ്പ്. നീ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ ദൈവമേ. ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യുകയാണെന്ന് എല്ലാവർക്കും അറിയാം കർത്താവെ. ബട്ട് അവർക്ക് ഈ കറക്റ്റ് മെഡിസിൻ, ഇതിനുള്ള കറക്റ്റ് വാക്സിനേഷൻ കണ്ടുപിടിക്കാൻ, മ്യൂട്ടേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇതിനുള്ള കറക്റ്റ് മെഡിസിൻ കണ്ടുപിടിക്കാനുള്ള നോളജ്, വിസ്ഡം ആൻഡ് പെർസ്വേസീവ് വോയിസ് കൊടുക്കണേ കർത്താവെ. അവർക്ക് കറക്റ്റ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള ബലം അങ്ങ് നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ ഫ്രണ്ട് ലൈൻ ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എവറി ഡോക്ടേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽസ് ആൻഡ് എവറി നഴ്സസ് ഹു ആർ ഗിവിംഗ് അപ്പ് ദിയർ ലൈഫ്സ് ദൈവമേ. ഓരോ ഹെൽത്ത് വർക്കേഴ്സും അവരുടെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് കർത്താവെ ഓരോ ദിവസവും അവർ ഈ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവെ. ഓരോ വോളണ്ടിയേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. അവരെ ബലപ്പെടുത്തുന്ന ദൈവമേ. ഈ കോവിഡ് അവർക്കൊന്നും വരാണ്ട് അങ്ങ് പ്രൊട്ടക്ഷൻ നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ഫാമിലീസിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഫാമിലീസിനെയും കാത്തോളണേ കർത്താവെ. ഓരോ ദിവസവും ഇവർ ഹോസ്പിറ്റലിലും പലയിടത്തുമായി പോയിട്ട് വരുമ്പോൾ ദൈവമേ അവരുടെ ഫാമിലീസിനുള്ള പ്രൊട്ടക്ഷൻ അങ്ങ് നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വോളണ്ടിയേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. എത്രയോ അനേകർ അവർ വോളണ്ടിയർ ചെയ്ത് ഈ കോവിഡ് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ എത്രയോ പേർ ഉണ്ട് കർത്താവെ. അവരെ ബലപ്പെടുത്തണേ ദൈവമേ. അവർക്ക് തക്കതായ സമയത്ത് ഓരോരുത്തർക്കും ഹെൽപ്പ് നൽകുവാൻ അങ്ങ് ബലപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്രമേറ്റ് ചെയ്യുന്ന ഓരോ വർക്കേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർക്ക് ബലം കൊടുക്കണേ ദൈവമേ. They have been seeing so much through this days, Lord, you strengthen them, Lord, emotionally and physically, oh Lord. കർത്താവെ. അതേപോലെ ഇന്റർനാഷണൽ ട്രാവലേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലരും പ്രൊഫഷന് വേണ്ടിയിട്ടായിട്ട് അല്ലെങ്കിൽ ഓരോ എമർജൻസിക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്ന പലരും ഉണ്ട് കർത്താവെ. അവരെ നീ അങ്ങ് കാത്തുകൊള്ളണേ ദൈവമേ. ഈ ഫ്ലൈറ്റ് ട്രാവലിംഗ് ഓർ എനി സോർട്ട് ഓഫ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രവാസി ായിട്ടുള്ളവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ പ്രവാസികളും ദൈവമേ അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടാനായിട്ടാണ് പല നാട്ടിലും ജോലി ചെയ്യുന്നത് കർത്താവെ. അവരെ അങ്ങ് കാത്തുകൊള്ളണേ. അവർക്ക് ഈ രോഗമൊന്നും വരാതിരിക്കാൻ അങ്ങ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ഫാമിലീസ് ഓരോ ദിവസം മുറുകിയാണ് ജീവിക്കുന്നത് കർത്താവെ. ഒരു രോഗം വന്നാൽ പോലും അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല കർത്താവെ. അവരെല്ലാം അങ്ങ് കാത്തുകൊള്ളണേ. എത്രയും വേഗം അവർക്കും സഹായങ്ങൾ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരം ദൈവമേ. യുവർ ഹീലിംഗ് ഹാൻഡ്സ് ബി വിത്ത് ദം ലോർഡ്.
Lord, I pray for the media, Lord. മീഡിയയിൽ എത്രയോ നല്ല ന്യൂസസ് ഉണ്ട്, തെറ്റായ പ്രചരണങ്ങളുണ്ട് കർത്താവെ. ഈ തെറ്റായ പ്രചരണങ്ങളൊന്നും വരാതിരിക്കാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കറക്റ്റ് ന്യൂസസ് ഓരോ ഹ്യൂമൻസിനും ഓരോ മാൻകൈൻഡിനും ലഭിക്കാനുള്ള വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് പാനിക് ഉണ്ടാവാതെ കറക്റ്റ് ന്യൂസസ് എടുത്ത് ഫിയർലെസ് ആയിരിക്കാനല്ല കർത്താവെ, പക്ഷെ എന്നാലും പേടിയോടെ എല്ലാവരും വീട്ടിൽ സേഫ് ആയിരിക്കാനുള്ള കറക്റ്റ് ന്യൂസസ് എത്തുവാൻ അങ്ങ് സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഈ സമയം അതേപോലെ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറീസും അല്ലാണ്ട് എത്രയോ മിഷണറീസ് ഉണ്ട് കർത്താവെ. ഓരോ ഫീൽഡിലായി അവർ വേല ചെയ്യുന്നല്ലോ കർത്താവെ. അങ്ങ് അവർക്ക് ഹോപ്പ് കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ നീ എക്വിപ്പ് ചെയ്യണേ കർത്താവെ. ദൈവമേ, ഒരു രോഗവും പെടുത്താതെ ദൈവമേ അവർ വേല ചെയ്യുന്ന ഓരോ നാട്ടിലും അങ്ങയുടെ ഹോപ്പ് എല്ലാവർക്കും പകരുവാനായി അവർക്ക് സഹായിക്കണേ കർത്താവെ. ദൈവമേ, നമ്മുടെ ഓരോ അച്ഛന്മാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ഈ കഷ്ടമുള്ള സമയത്തും ദൈവമേ അവർ ശുശ്രൂഷ ചെയ്യാൻ നോക്കുന്നല്ലോ കർത്താവെ. ദൈവമേ, അവരെ ബലപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ അച്ഛന്മാർക്കായി ദൈവമേ, അവർക്ക് പല പ്ലാറ്റ്ഫോമിലായി ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നല്ലോ ദൈവമേ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അവർക്ക് ഇനിയും ബലത്തോടെ അവർക്ക് നല്ല ഹോപ്പ് എല്ലാവർക്കും കൊടുക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ബലപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നമ്മുടെ ഓരോ പള്ളിയിലുള്ള പല കുടുംബങ്ങളിൽ ആൾക്കാരും ദൈവമേ ഈ കഷ്ടമുള്ള സമയത്തും ജോലി ചെയ്യാനായി പുറത്തിറങ്ങുന്നു കർത്താവെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അങ്ങയുടെ വലിയൊരു പ്രൊട്ടക്ഷൻ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവണേ കർത്താവെ. ദൈവമേ, അവരുടെ ഫാമിലി സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അവർ പുറത്തിറങ്ങുന്നു കർത്താവെ. ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല കർത്താവെ. അങ്ങ് കൂടെ ഇരിക്കണേ ദൈവമേ. ഓരോ ദിവസത്തിന്റെ അന്നത്തിനായി ഞങ്ങൾ ജോലി ചെയ്യുന്നു കർത്താവെ. അവരെല്ലാം ദൈവമേ അങ്ങ് പ്രൊട്ടക്ഷൻ നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗം വരാതെ അവരെ കാത്തുകൊള്ളണേ കർത്താവെ. ദൈവമേ, അതേപോലെ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. പല കുട്ടികളും അവര് കോഴ്സസ് ചെയ്യുന്നത് ഓൺലൈനിലാണ് കർത്താവെ. കറക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഓൺലൈനിലാണെങ്കിലും അവർക്ക് ജ്ഞാനവും അറിവും അങ്ങ് കൊടുക്കണേ ദൈവമേ. അവരുടെ ഫ്യൂച്ചറാണ് കർത്താവെ എഡ്യൂക്കേഷൻ ദൈവമേ. അവർക്ക് കറക്റ്റ് എഡ്യൂക്കേഷൻ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതേപോലെ എത്രയോ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് കർത്താവെ ജോലിയുടെ അവസരത്തിനായി തേടുന്നു കർത്താവെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പറയാണ് കർത്താവെ, എല്ലാ കമ്പനീസ് പറയാണ് പാൻഡമിക് ആണ്, ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാന്ന് ദൈവമേ. എത്രയോ പേർ അവർ ഓപ്പർച്യൂണിറ്റീസിനായി ഓടുന്നു കർത്താവെ. അങ്ങ് ഈ തക്ക സമയത്ത് അവർക്ക് ജോലി കൊടുക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നൽകണേ ദൈവമേ. അതേപോലെ ദൈവമേ, നമ്മുടെ പള്ളിയിലുള്ള ഓരോ മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഫ്രം ദ യങ് ടു ദ എൽഡസ്റ്റ് ലോർഡ്. ഒരു ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ മുതിർന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. എസ്പെഷ്യലി പേരെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നമ്മുടെ മനോജ് ചേട്ടന്റെയും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ മെറിൻ ചേച്ചിക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അങ്ങയുടെ മകൾ, she is with you right now, Lord. Lord, we pray for her soul and for her soul's peace. മാതാവിനെ പ്രാർത്ഥിക്കുന്ന ആൻറ്റി, ആ ഫാമിലിക്ക് ഏറ്റവും ടഫസ്റ്റ് ടൈമാണ് കർത്താവെ. We are all speechless and we have no courage to stand in front of that family to provide any support, Lord. Lord, I pray for them. നീയാണ് കർത്താവെ അവർക്ക് സമാധാനവും പീസ് കൊടുക്കേണ്ടത് കർത്താവെ. ആ ഫാമിലിക്ക് എത്രയും വേഗം നല്ല സ്ട്രെങ്ത് കൊടുക്കണേ കർത്താവെ. കർത്താവെ, ജോൺസൺ അങ്കിളിനായി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം സൗഖ്യം കൊടുക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഫിനാൻഷ്യലി അവർക്ക് എത്രയും വേഗം ഹെൽപ്പ് കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എത്രയും വേഗം ക്വിക്ക് റിക്കവറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ഫാമിലിക്ക് സ്ട്രെങ്ത് നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. പ്രേം റോയൻ അങ്കിളായി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം സൗഖ്യം കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സലീല കൊച്ചുമയ്ക്ക് പ്രാർത്ഥിക്കുന്നു. കൊടുത്ത വലിയ സൗഖ്യത്തിനായി നന്ദി കർത്താവെ. ദൈവമേ, ഇതേപോലെ അനേകർ
നമ്മുടെ പള്ളിയിൽ തന്നെ രോഗത്തിലായിരിക്കുന്നല്ലോ ദൈവമേ, നീ ഈ സൗഖ്യം അവർക്കും കൂടെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നമ്മുടെ സാജനങ്ങളിന് ഫാമിലിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് എത്രയും വേഗം സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ വീട്ടിൽ തന്നെ ആയിരിക്കുന്നല്ലോ ദൈവമേ, എന്നാൽ കൂടെ നീ അവർക്ക് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് നൽകണേ ദൈവമേ. അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ എത്രയും വേഗം എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, തോമസ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സൗഖ്യം അങ്ങ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം എമിലി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൂടെ ഇരിക്കണമേ, എത്രയും വേഗം സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോയൽ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് അവരുടെ കൂടെ ഇരുന്ന് എത്രയും വേഗം സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പേരെടുത്ത് അനിൽ ധരിയൻ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് എത്രയും വേഗമുള്ള സഹായവും സൗഖ്യവും അങ്ങയുടെ ഹീലിംഗ് ഹാൻഡ്സ് പ്രൊവൈഡ് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, റോസി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് കൂടെ ഇരിക്കണേ, ആ ഫാമിലിയുടെ കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോയ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൂടെ ഇരിക്കണേ, അവർക്കുള്ള സൗഖ്യവും എത്രയും വേഗം അങ്ങ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സുസമാൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആന്റിയുടെ ബലഹീനതകളെല്ലാം കൂടെ അങ്ങ് കൂടെ ഇരിക്കണമേ ദൈവമേ, എത്രയും വേഗം ആരോഗ്യം സൗഖ്യം അങ്ങ് കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നമ്മുടെ ചർച്ച് സെക്രട്ടറി ബിജു ബോസ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എത്രയും വേഗം നീ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ മകനെ കാത്തുകൊള്ളണേ ദൈവമേ. നമ്മുടെ അലൻ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി സ്തുതിക്കുന്നു കർത്താവെ. ആ മകനെ അങ്ങ് കരകയറ്റിയതിനായി കർത്താവെ. ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് നൽകിയ ആ ധൈര്യത്തിനും എല്ലാത്തിനും വേണ്ടി സ്തുതിക്കുന്നു ദൈവമേ. അങ്ങയുടെ മകൻ എത്രയും വേഗം ബാക്ക് ടു ഹിസ് സ്ട്രെങ്ത് വരാൻ അങ്ങ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നമ്മുടെ നിജൻ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനുള്ള സൗഖ്യം ദൈവമേ എത്രയും വേഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇത്രയും നാളും കൂടെ ഇരുന്നു ദൈവമേ, ഇനിയും അവന് നല്ല സൗഖ്യം ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ നമ്മുടെ പള്ളിയിൽ നിന്ന് എത്രയോ ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട് കർത്താവെ. അവർ എന്നും ഹോസ്പിറ്റൽസിലും പലയിടത്തുമായി പോകുന്നു കർത്താവെ. അവർക്ക് ലിയ ചേച്ചിക്ക് പ്രാർത്ഥിക്കുന്നു ദൈവമേ. മേഴ്സി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റീനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഡോക്ടർ നിക്കിത, ഡോക്ടർ മനോജ് വില്യംസിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഡോക്ടർ ബിന്ധ്യ ആർ ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഇവരെല്ലാം അങ്ങയുടെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവർക്കുള്ള പ്രൊട്ടക്ഷൻ അങ്ങ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസം അവർ പോയി വരുമ്പോഴും അങ്ങയുടെ വലിയ കരങ്ങൾ അവരുടെ ചുറ്റുമുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ മിസ്സസ് ദീപ അനിൽ കുരുവിളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരെല്ലാം ഹെൽത്ത് വർക്കേഴ്സ് ആണല്ലോ കർത്താവെ. മിസ് വിധുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേപോലെ നിഷ ഷിബു, ഇവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നമ്മുടെ ഹെബാൽ പള്ളിയിലായിരിക്കുന്ന സെക്രട്ടറി പിതാവിനെ പ്രാർത്ഥിക്കുന്നു. തോമസ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്കിളിനുള്ള സൗഖ്യം എത്രയും ബെറ്ററിഡൻ ആയിരിക്കണല്ലോ കർത്താവെ. അങ്ങ് കണ്ട് എത്രയും വേഗം സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. at the same time Lord, ഇന്നൊരു വിവാഹം നടക്കുന്നല്ലോ കർത്താവെ. വിവാഹ ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയങ്ക ആൻഡ് രൂപേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർക്ക് മുന്നോട്ടുള്ള ജീവിതം അവർക്ക് എത്രയും അനുഗ്രഹിതമായി ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സ്, ആ വെഡിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ വേറെ 2 വിവാഹങ്ങൾ മുന്നോട്ട് വരുന്നല്ലോ കർത്താവെ, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരുടെ കൂടെ ഇരിക്കണമേ. എത്രയും നല്ലതായി ഓരോ ചടങ്ങുകളും നടത്താനായി അങ്ങ് കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. Once again I keep all the noted points to you Lord. അങ്ങ് അനുഗ്രഹിക്കണമേ ദൈവമേ. അങ്ങ് കൂടെ ഇരിക്കണേ ദൈവമേ. ഞങ്ങളെല്ലാം ബലപ്പെടുത്തണേ ദൈവമേ. Help us strive through this pandemic as one and be helping hands to each other, oh Lord. Equip all of us, oh Lord. Equip all of us, our achin, our youth members, our elders, everyone, oh Lord. Equip us to fight through this pandemic, oh Lord. All this I pray in your precious name. In Jesus' name I pray. Amen. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ മകളുടെ ജീവിതത്തിലും പ്രാർത്ഥനാ വിഷയങ്ങളിലും പ്രവർത്തിക്കേണ്ടതിന്
നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ വേദനകളൊക്കെ അങ്ങ് തുരുത്തിയിൽ ശേഖരിച്ചു വച്ചിരിക്കുക. ഒന്നും പാഴായി പോകുന്നില്ല. തക്ക സമയത്ത് കർത്താവേ, നീ ഞങ്ങളെ മാനിക്കും, അനുഗ്രഹിക്കും. നിന്റെ ദയയിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിച്ചു വരികയാണ്. ഞങ്ങൾ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളിലും, എബാൾ, ജലഹള്ളി, എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം അയക്കണമേ, നിന്റെ അഭിഷേകത്തെ അയക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിരിക്കുന്നവർക്ക് പൂർണ്ണമായ സൗഖ്യം അവിടുന്ന് കൊടുക്കണമേ. ദുഃഖിതരായവരെ ദൈവമേ നീ ആശ്വസിപ്പിക്കണമേ. മനം തകർന്നവരെ കർത്താവെ നീ ധൈര്യപ്പെടുത്തണമേ. കർത്താവെ, മുറിവുള്ളവരെ അവരുടെ മുറിവ് ഉണക്കണമേ. കഷ്ടതയിലായിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. പലവിധമായ പ്രതിസന്ധിയില് നഷ്ടങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ ദൈവമേ നീ സന്ദർശിക്കണമേ. ഒരു നാളും അസ്തമിച്ചിട്ടില്ലാത്ത നിന്റെ കരുണയുടെ കൃപയില്, തണലില് അവരെല്ലാം സൂക്ഷിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ ദിവസങ്ങളിൽ ജന്മദിന, വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ ശുശ്രൂഷകളിൽ കൂടെ ഇരിക്കണം. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, ലോക സമൂഹങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് പല കാര്യങ്ങളും പരിമിതിയുള്ളവരാ. നിനക്ക് സകലവും സാധ്യമാണ്. നിന്റെ കരങ്ങളിൽ താഴ്മയോടും വിനയത്തോടും എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെല്ലാവരും ഭരിച്ചു വഴി നടത്തണമേ. ഞങ്ങളാലും ഈ ലോകത്താലും നിയന്ത്രിക്കപ്പെടുന്നവരായിട്ടല്ല, ദൈവം ഞങ്ങളെ നിയന്ത്രിക്കുന്നവരും ദൈവത്തിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ നടക്കുന്നവരുമായി തീരുവാൻ ഈ കാലങ്ങളിൽ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലെല്ലാം നിന്റെ ചൈതന്യവും പരിശുദ്ധാത്മാഭിഷേകവും പകർന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കൃപയിൽ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഇനി ആർക്കെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവർക്ക് വേണ്ടിയും ഞങ്ങൾ യാചിക്കുകയാണ്. ഒത്തിരി പേര് കർത്താവെ, കുഞ്ഞുങ്ങളടക്കം പ്രായമായവർ വരെ പലവിധമായ പ്രശ്നങ്ങൾ, ക്യാൻസറിന്റെ, കോവിഡിന്റെ, മാരകമായ അസുഖങ്ങളുടെ ഒക്കെ പിടിയിലായിരിക്കും. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ നിന്നോട് നിലവിളിക്കുകയാണ്. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് ശിഷ്യന്മാര് ചോദിച്ച പോലെ കർത്താവ്, നിന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് ഒരു യാത്രയില്ല. നിന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾക്കൊരു ജീവിതമില്ല. നിന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾക്കൊരു അനുഗ്രഹമില്ല. നിന്റെ കൃപയിൽ വീണ്ടും ഞങ്ങൾ അടുത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മകളെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവമേ നീ മാനിക്കണമേ. നിന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. നിന്റെ പ്രകാശത്താൽ കർത്താവെ, നിരാശ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കുറവുകളെല്ലാം ദൈവം ഞങ്ങളോട് പൊറുക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത, വിധങ്ങളായ ശുശ്രൂഷ നിർവഹിച്ച എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നാൾക്കുനാൾ കർത്താവിന്റെ വചനത്തിൽ നിറയുവാൻ, ശക്തി പ്രാപിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. യേശു ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനവും സൗഖ്യവും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടുമുള്ള ദൈവസ്നേഹത്തെ അറിയിക്കുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മകള് നാളുകളിൽ ശക്തിപ്പെടുത്തുവാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാനും കർത്താവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാനും ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഈ ദിവസങ്ങളിൽ ജന്മദിനം ആഘോഷിച്ച ഷെറിൻ അനൈബ്, മിസ്സിസ് സുജി ബിജു, മിസ്സിസ് വിജുല സുനിൽ, റവറൻ TJ ബിജോയ്, മിസ്സിസ് PT മറിയാമ്മ, കാരലൈൻ സൂസൻ മാത്യൂസ്, മിസ്റ്റർ തോമസ് ഫിലിപ്പ്, മിസ്റ്റർ സിബി മാത്യു എന്നിവരെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത മിസ്റ്റർ വിംഗ് കമാൻഡർ PK കുര്യൻ സർ ആൻഡ് മിസ്സിസ് നീര കുര്യൻ, മിസ്റ്റർ L ബിജേഷ് ഓസ്വാൾഡ് ആൻഡ് മിസ്സിസ് ആനറ്റ് ബിജേഷ്, മിസ്റ്റർ കുട്ടപ്പൻ ആൻഡ് മിസ്സിസ് സുനിത കുട്ടപ്പൻ, ആൻഡ് മിസ്റ്റർ ഷെർജിൻ ID ആൻഡ് മിസ്സിസ് സുജ ഷെർജിൻ എന്നിവരോടുള്ള പ്രാർത്ഥനകളും ആശംസകളും ദൈവനാമത്തിൽ നേരുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് പ്രിയമുള്ള ജിൻസി മോള് കുറെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ പങ്കുവെച്ചു. നമ്മളെല്ലാം അത് ശ്രദ്ധിച്ചിരിക്കുന്നു. ഹോസ്പിറ്റലൊക്കെ ഇപ്പം ആയിരിക്കുന്നവരെല്ലാം ഉണ്ട്. എല്ലാവരെയും ഭവനങ്ങളിലായിരിക്കുന്നു. എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓർക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ അറിയിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയാണ് അവർക്ക് ഒരു ശക്തി. അത് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. ഞാനും പല വിഷയങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് മാറി നിൽക്കാം. അല്ലെങ്കിൽ ഈ മെസ്സേജ് കാണുന്ന സമയത്ത് നമുക്കൊന്ന് മാറി ഇരുന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സമയം നമുക്ക് അതിനുവേണ്ടി പ്രത്യേകമായി വേർതിരിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇസ്ലാം സഹോദരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് ട്രെയിനിലാണെങ്കിലും ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും റോഡിലൂടെ പോവുകയാണെങ്കിലൊക്കെ നമുക്ക് കാണാം അവരുടെ പ്രാർത്ഥനയുടെ സമയത്ത് അവരൊരു സൈഡിൽ എവിടെയെങ്കിലും ഒതുങ്ങി നിന്ന് അവര് നിസ്കരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം നമുക്ക് ഈ ആയുസ് തന്നിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി സമർപ്പിക്കുവാനോ ആണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ ശക്തി പ്രാപിക്കുകയും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. നമ്മുടെ പ്രിയമുള്ള ആനി ആൻറ്റി അതുപോലെ മെറിൻ നമ്മളെ വിട്ട് ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നു. ആനി ആൻറ്റി 19-ാം തീയതി നമ്മെ വിട്ടുപോയി. ഇന്നലെ മെറിൻ അതായത് എൽസ മാത്യു ഇന്നലെ നമ്മളെ വിട്ടുപോയി. ആ കുടുംബം വളരെ ദുഃഖത്തിലായിരിക്കുന്നു. പ്രത്യേകിച്ച് ആനി ആൻറ്റിയുടെയൊക്കെ സ്നേഹം ഹെബാൾ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതായിരുന്നു. ആ സ്നേഹവും കരുതലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. എന്നോടെല്ലാം വലിയ സ്നേഹമായിരുന്നു. കാരണം അത്രത്തോളം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ ദൈവത്തിന് ദൈവസന്നിധിയിൽ അവരെ ആവശ്യമുണ്ടായിരിക്കും. അതായിരിക്കും ദൈവം വിളിച്ചത്. ദൈവത്തിന് സ്നേഹമുള്ളവരെയാണ് അവിടുന്ന് എപ്പോഴും വിളിക്കുന്നത്. ദൈവത്തിന് അവരുടെ ശുശ്രൂഷ കർത്താവിന് ആവശ്യമായിരിക്കും. അങ്ങനെ നമുക്ക് പ്രത്യാശിക്കാം. കാരണം നമ്മുടെ ജീവിതവും ഈ ലോകത്തോടെ അവസാനിക്കുന്ന ഒന്നല്ല. കർത്താവിന്റെ സന്നിധിയിൽ ഈ മരണത്തിനപ്പുറം ഒരു നിത്യത ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ അവസാനിക്കുന്ന ജീവിതമല്ല. ഒരു ശവക്കുഴിക്ക് അപ്പുറമായിട്ട് ഒരു ജീവിതം ഒരു ക്രൈസ്തവനുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദുഃഖാർത്തരായ പ്രിയ മനോജ് ഈ ദിവസങ്ങളിലൊക്കെ വളരെ പ്രയാസങ്ങളിലായിരുന്നു. ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം ക്ഷീണാവസ്ഥയിലായിരുന്നു. നമ്മുടെ സഭയിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്കൊന്ന് സഹായിക്കാനോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ള വലിയൊരു ദുഃഖം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. എങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ ആ കുടുംബത്തെ നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് മെറിന്റെ കുഞ്ഞ്, അവരുടെ ഭർത്താവ്, അതുപോലെ മേഴ്സി പിതാവ്, കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. നമ്മുടെ 2 സഭയിലും ഹോളി ക്രോസ് ദേവാലയത്തിലും അതുപോലെ തന്നെ ക്രൈസ്റ്റ് ദേവാലയത്തിലും പുതിയ കമ്മിറ്റിയിലേക്ക്, അഡ്വൈസറി കമ്മിറ്റിയിലേക്ക് നമുക്ക് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് നമ്മുടെ മെമ്പേഴ്സ് മുന്നോട്ട് വരണം. താല്പര്യമുള്ളവർ ദയവ് ചെയ്ത് അവരുടെ പേരുകൾ അറിയിക്കുമല്ലോ. വിവാഹ പരസ്യം. ഹോളി ക്രോസ് ദേവാലയത്തിലെ അംഗങ്ങളായിരിക്കുന്ന മിസ്സിസ് എലിസബത്ത് ഡൊറോത്തി രാജൻ ആൻഡ് മിസ്റ്റർ D സ്റ്റാൻലി രാജൻ എന്നിവരുടെ മകൾ മിസ് S ഹാലൻ ബിന്ദുവും, അതുപോലെ CSI ക്രിസ്തു ജീവജ്യോതി ആലയം മെമ്പേഴ്സ് ആയിരിക്കുന്ന മിസ്സിസ് പ്രേമ ജയപ്രകാശ് ആൻഡ് മിസ്റ്റർ ജയപ്രകാശ് എന്നിവരുടെ മകൻ മിസ്റ്റർ ദീപക് ജയപ്രകാശ് തമ്മിലുള്ള വിവാഹം മെയ് മാസം 1-ാം തീയതി ക്രിസ്തു ജീവജ്യോതി ആലയം ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 2ാമത്തെ വിവാഹ പരസ്യം നമ്മുടെ സഭയിലെ അംഗമായിരിക്കുന്ന മിസ്സിസ് ഷീജ മെർലിൻ ആൻഡ് മിസ്റ്റർ അനീഷ് കുമാർ ഡേവിഡ് എന്നിവരുടെ മകൻ മിസ്റ്റർ അഷിൻ ഡേവിഡ് കെയും, അതുപോലെ മിസ്റ്റർ ചന്ദ്രഹാസ് ജോളഡ് ആൻഡ് മിസ്സിസ് നിർമ്മല ജോളഡ് എന്നിവരുടെ മകൾ എലച്ചനഹള്ളി ബദേൽ ഇവാഞ്ചലിക്കൽ ചർച്ചിലെ അംഗവുമായിരിക്കുന്ന മിസ്
മമത ജോർജും തമ്മിലുള്ള വിവാഹം മെയ് മാസം 1-ാം തീയതി 3 മണിക്ക് ഹഡ്സൺ മെമ്മോറിയൽ ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്ന വിവരം ദൈവനാമത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇത് 3-ാമത്തെ പ്രാവശ്യം പരസ്യപ്പെടുത്തുന്നു. ഇവർ തമ്മിൽ രായിക്കൂട എന്ന കാരണം ആരെങ്കിലും അറിയുന്നുവെങ്കിൽ ആയത് ഇടവപ്പട്ടക്കാരനെ അറിയിക്കേണ്ടതാണ്. മാത്രമല്ല ഈ കുടുംബത്തിന് വേണ്ടിയും വിശേഷാൽ ഇന്ന് വിവാഹത്തിന് ഒരുങ്ങുന്ന പ്രിയങ്കയ്ക്ക് വേണ്ടി, രൂപേഷിന് വേണ്ടിയും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, കുടുംബജീവിതം അവിടുത്തെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹമുള്ള കരങ്ങളിൽ ഈ പ്രിയ മക്കളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ഒരുക്കത്തോടും സനാതനവും നവീനവുമായ കുടുംബജീവിതത്തിന്റെ ഭാഗമായിരിക്കാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് കർത്താവ് വിവാഹം നടത്തപ്പെടുന്ന പ്രിയങ്കയ്ക്കായി, രൂപേഷിനായി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ അവരെ നിറയ്ക്കണം. എല്ലാ ശുശ്രൂഷകളിലും ദൈവം കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് പലവിധമായ ചുറ്റുപാടുകൾ അസ്വസ്ഥമാണ്. കേരളത്തിലായിരിക്കുന്നുവല്ലോ, കൊല്ലത്തായിരിക്കുന്നുവല്ലോ, അവിടെ എല്ലാം നിന്റെ പരിശുദ്ധ സാന്നിധ്യം പ്രിയ മക്കളോട് കൂടെ ഇരിക്കണം. എല്ലാം ഭംഗിയായി തീരുവാൻ ദൈവമേ നീ സഹായിക്കണം. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ വിവാഹത്തിന് ഒരുങ്ങുന്ന മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. നല്ല ബന്ധങ്ങൾ അവർക്ക് ലഭിക്കുവാൻ കൃപ ചെയ്യണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ദൈവത്തെ സേവിച്ച് ദൈവകൃപ പ്രാപിപ്പാൻ സഹായിക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഇന്ന് നമ്മുടെ ഈ ആരാധന ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞത് ഇതിന്റെ പിന്നില് പ്രിയമുള്ള ജിൻസിയും അതുപോലെ അജീഷും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അവര് എല്ലാം നിയന്ത്രിക്കുന്നു. ആരാധനയുടെ പല കാര്യങ്ങളും അവർ ഭംഗിയായിട്ട് ചെയ്യുന്നു. അവരോടുള്ള ദൈവസ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. കൂടാതെ വേദഭാഗങ്ങൾ വായിച്ച് നമ്മുടെ പ്രിയമുള്ളവര്, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത പ്രിയമകള്, അങ്ങനെ വിവിധങ്ങളായ കൈത്താങ്ങലുകൾ ഈ ശുശ്രൂഷയ്ക്ക് നൽകിയ എല്ലാവരെയും ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം അവരെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കീബോർഡ് വായിച്ച് പാട്ടുപാടിയ ജിജോമോൻ അവരോടെല്ലാം സ്നേഹം അറിയിക്കുന്നു. ദൈവം സമൃദ്ധിയായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സമാപന കീർത്തനം 253-ാമത്തെ കീർത്തനത്തിന്റെ ആദ്യത്തെ 1-2 ചരണങ്ങൾ നമുക്ക് പാടാം. കീർത്തനം 253. നിത്യനായ യഹോവയെ ലോകവാൻ കാട്ടുകൂടെ ബലഹീനനായ എന്നെ നടത്തി താങ്ങിടവേ. സ്വർഗ്ഗാപം എനിക്കു തരണമേ. യോർദാനെ ഞാൻ കടക്കുമ്പോൾ ഭയമെല്ലാം മാറ്റുക. മൃത്യുവിനെ ജയിച്ചോനെ കാണാനായി കൈക്കൊള്ളുക. നിന്നെ മാത്രം ഞാനെന്നേക്കും. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോട് കൂടെയും. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആരാധന ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. പ്രിയമുള്ള ആനിയാൻറ്റിയുടെയും മേറിൻ്റെയും നാമത്തിലുള്ള ഓർമ്മ പ്രാർത്ഥന നാളെ വൈകിട്ട് 7:30 സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കുന്നതാണ്. നാളെ വൈകിട്ട് 7:30 മെമ്മോറിയൽ പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. ആൻറ്റി മരിച്ച ഒരാഴ്ച ആയിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ എല്ലാവരും സംബന്ധിക്കണം. നാളെ വൈകുന്നേരത്തെ 7:30 പ്രാർത്ഥനയിലേക്ക് ഞാൻ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ആരാധന പൂർണ്ണമാവുകയാണ്. ദൈവം സമൃദ്ധമായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ.